ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ സലീം കൊളത്തൂർ. അറേബ്യൻ രുചിക്കൂട്ടുമായി ഫ്രൈഡ് ചിക്കന്റെ യഥാർത്ഥ രുചി മലയാളിക്ക് പരിചയപ്പെടുത്തിയ പോക്കോ ഫ്രൈഡ് ചിക്കന്റെ 25ാമത് ഔട്ട്ലെറ്റ് ഈ വരുന്ന ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 11:30 വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പെരിങ്ങത്തൂരിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഈ ഒരു സന്തോഷവേളയിൽ അതിഥികളായിട്ട് ഞാനും എന്റെ പ്രിയപ്പെട്ട ഹന്നമോളും പെരിങ്ങത്തൂരിലേക്ക് എത്തുന്നുണ്ട്. പെരിങ്ങത്തൂരിലെയും പരിസര പ്രദേശത്തുള്ള എല്ലാ സൗഹൃദങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മറക്കണ്ട, ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 11:30 എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ജൂലൈ 6 തിങ്കളാഴ്ച കാലത്ത് 11:30. ഹലോ എവറി വൺ. രാവിലെ തന്നെ ഞാനും മിക്കയും 11:30 പെരിങ്ങത്തൂരിൽ ഉദ്ഘാടനത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഓപ്പണിംഗ് പോക്കോപ്പിൻ്റെ പുതിയൊരു അറേബ്യൻ വിഭവങ്ങളുടെ രുചിക്കൂട്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ആദ്യം തന്നെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് അവിടെ കുറേ ദിവസമായി പൂട്ടിയിട്ട് ഇപ്പം പുതുതായിട്ട് റീഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് അന്നമോളും കൊടുത്തവരും ഉണ്ടാവുമെന്ന് വെച്ചിട്ട് കാണാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ പോയതായിരുന്നു. അപ്പോൾ അവിടെ പേര് എഴുതിയ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കാത്തിട്ടാണ് അവസാനം സലീം കൊടത്തൂർ ലാൻഡ് ആയത്. ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. പെരിങ്ങത്തൂരിന്റെ മണ്ണിലേക്ക് പോകോപ്പിന്റെ ഔപചാരികമായി കൊടുത്തൂരിന്റെ മഹനമോൾക്കും പെരിങ്ങത്തൂരിന്റെ മണ്ണിലേക്ക് സ്നേഹ സ്വാഗതം ആശംസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ പോകോപ്പിന്റെ ഒരു ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ വണ്ടിയിൽ നിന്ന് ആണുങ്ങളൊക്കെ ഉണ്ടതുകൊണ്ട് അവൾ ചെറുതല്ല, അപ്പോൾ അവളെ കാണാൻ പറ്റിയിട്ടില്ല. അതൊരു സങ്കടമുണ്ട്. പിന്നെ ഇക്ക ഫുഡൊന്നും കഴിക്കാതെ വന്നുകൊണ്ടും എനിക്ക് കുറേ നേരം അവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുന്നത് ശരിയല്ല. ഇക്കാണെങ്കിൽ വളരെ ഉറക്കം എണീച്ചിട്ട് ആ ഒരു മൂഡിലായിരുന്നു. അതുകൊണ്ട് കുറേ നേരം നിന്നിട്ടില്ലേനു. അപ്പോൾ ഉദ്ഘാടന കർമ്മമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സലീം കൊടത്തൂരിന് ബൊക്കെയൊക്കെ കൊടുത്തിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉദ്ഘാടന കർമ്മം അവിടെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നേരെ ക്ലിപ്പ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അഥവാ എനിക്ക് ഇതിൻ്റെ ക്ലിപ്സൊക്കെ കിട്ടിയാൽ ഞാൻ ഇൻഷാ അള്ളാ ഷോർട്സ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ സ്ഥലത്ത് അന്നമോളും സലീം കൊടത്തൂരും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലഡു മിഠായിയൊക്കെ ആയിട്ട് വേഗം സ്ഥലം കാലി